ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ 10 വർഷം എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ കേരളത്തിലൂടെ ഒഴുകിയതെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത സാധനങ്ങൾ, MDMA, കഞ്ചാവ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് വരെ ഇപ്പം പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രി നമുക്കിപ്പം കിട്ടിയിരിക്കുകയാണ്, ശ്രീ രമേശ് ചെന്നിത്തല സാർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലഹരി മാഫിയക്കെതിരെയുള്ള ആ പോരാട്ടം അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പും പറഞ്ഞതാണ്, താൻ മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ലഹരി മാഫിയകൾക്കെതിരെയുള്ള നടപടിയായിരിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം അത് വമ്പൻ ഹിറ്റായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പോൾ പാൻ ഇന്ത്യൻ ആവാൻ കൂടി പോവുകയാണ്. അപ്പോൾ ഈ മന്ത്രിസഭയിൽ ആദ്യം തന്നെ കയ്യടി നേടി ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കാളും കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്ന ഒരു മന്ത്രി ഉറപ്പായിട്ടും അത് ശ്രീ രമേശ് ചെന്നിത്തല സാറാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ലഹരി മാഫിയകളെയും വേരോടെ പുഴുത് എറിയും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അതുപോലെ കേരള പോലീസും. പിന്നെ ഇത്തവണ കയറിയ മന്ത്രിമാരും മന്ത്രിസഭയും എല്ലാം ഒരേ ഒരു പൊളിയാണ്. അവർ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. സൗജന്യ ബസ് യാത്ര, ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷയുടെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്, ഫുഡിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നട്ടിലുള്ള ഒരു ഭരണ സംവിധാനം നാട്ടിൽ വന്നാൽ അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് CPM ചെയ്യാതെ ഇരുന്നത് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നും ഇപ്പോൾ സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും ഇനിയെങ്കിലും ജനങ്ങൾ എല്ലാം കണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം സന്തോഷമുണ്ട്. സോ ഈ ഓപ്പറേഷൻ എല്ലാം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.